ഹായ് മക്കളെ, ഇറ്റ്സ് മീ മൂസി സർ. മക്കളെ, SSLC വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് തുടങ്ങുമ്പോൾ മാത്സിലേക്ക് ആവശ്യമുള്ള ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. 5 ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ ഇല്ലേ എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണം മക്കളെ. അറിയാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായി ഇപ്പൊ തന്നെ അത് പഠിക്കണം. അത് നിങ്ങളുടെ നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പേജുകളിൽ എഴുതി വെക്കുക. ഞാൻ ഈ പറയുന്ന 5 ബേസിക് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം മക്കളെ. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും ഈ 5 ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്സിൽ ഉപയോഗിക്കാൻ വരുന്നുണ്ട്. യെസ്, അതിൽ ഏറ്റവും ഒന്നാമതാണ് മക്കളെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് പോളിഗൺസ്. പരപ്പളവ്, ചുറ്റളവ്. അതായത് ത്രികോണം, ചതുരം, സമചതുരം, സാമാന്തരികം, സമൂഹ സാമാന്തരികം, വൃത്തം, ഇതുപോലെയുള്ള പോളിഗൺസിന്റെ പെരിമീറ്ററിന്റെയും അതായത് ചുറ്റളവ്, പരപ്പളവ്, ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് എന്റെ മക്കൾ കൃത്യമായി പഠിച്ചു വെക്കുക. റെക്ടാങ്കിൾ, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്, സർക്കിൾ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ. രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മക്കളെ നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് -2 + -3 എന്താണ് ആൻസറിലെ സൈൻ വരിക? -2 × -7 എന്താണ് ആൻസർ വരിക? -7 + 3 എന്താണ് ആൻസർ വരിക? ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പഠിച്ച് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. മാത്സിന്റെ ഫസ്റ്റ് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇതാണ് സെക്കൻഡ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് മക്കളെ. നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറക്കാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ആൻസറിലെ സൈനിൽ മാറ്റം വരിക എന്നുള്ളത് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് മൂന്നാമത് പഠിക്കേണ്ട കോൺസെപ്റ്റ് ആണ് ഫ്രാക്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5 + 1/3. 5ലേക്ക് 1/3 കൂട്ടിയാൽ എന്താണ് ആൻസർ വരിക? 1/3 + 7/2 എങ്ങനെയാണ് കൂട്ടുക, അതെങ്ങനെയാണ് കുറക്കുക? 1/3 × 7/2 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 5 / 1/3 എങ്ങനെയാണ് ചെയ്യുക? ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ മക്കളെ എങ്ങനെയാണ് അത് ആഡ് ചെയ്യുക, അത് കുറക്കുക, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ, ഗുണിക്കുക, ഹരിക്കുക എന്നുള്ളത് എൻ്റെ മക്കൾ കൃത്യമായി പഠിച്ചിരിക്കണം. നാലാമത് പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ് ആണ് മക്കളെ ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകൾ. 1.2 + 5.7 പോയിന്റ് സംഖ്യകൾ വന്നാൽ എങ്ങനെയാണ് അത് കൂട്ടുക, അതെങ്ങനെയാണ് കുറക്കുക? 1.7 × 5.3 അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, അതെങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക? ഈ കാര്യങ്ങളും എൻ്റെ മക്കൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അഞ്ചാമത് പഠിക്കേണ്ട കോൺസെപ്റ്റ് ആണ് മക്കളെ സ്ക്വയേഴ്സ്. 1 മുതൽ 20 വരെയെങ്കിലും എൻ്റെ മക്കൾ സ്ക്വയറുകൾ കാണാതെ പഠിക്കണം. 1 മുതൽ 10 വരെ എന്തായാലും പഠിക്കുക. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഇങ്ങനെ പഠിച്ച് 1 മുതൽ 20 വരെയെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അത് നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ഈ പറഞ്ഞ 5 കോൺസെപ്റ്റുകളും എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആക്കി വെക്കണം. ഇത് എനിക്ക് അറിയുമോ, ഈ കോൺസെപ്റ്റുകൾക്ക് സാർ ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ എനിക്ക് കൃത്യമായി അറിയുമോ എന്നുള്ളത് എൻ്റെ മക്കൾ ഇപ്പൊ തന്നെ ഒന്ന് ആലോചിക്കുക മക്കളെ. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കണം. ഒരുപാട് ബേസിക് ക്ലാസ്സുകൾ എക്സാമിനറിന്റെ ചാനൽ ഉണ്ടായിരിക്കും, അത് കണ്ട് കൃത്യമായി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനുള്ള ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് സംശയങ്ങൾ ചോദിക്കാം, ഞാൻ കൃത്യമായി എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ച് ഈ മാത്സിലെ ഈ 5 ബേസിക് കോൺസെപ്റ്റുകൾ നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ കൃത്യമായി സെറ്റാക്കി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പണി തരും, നിങ്ങളുടെ എക്സാമിലെ മാർക്കിനെ അത് ബാധിക്കും മക്കളെ. അപ്പൊ SSLC വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്സിലെ ഈ ബേസിക് കാര്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും തുടങ്ങരുത്.